നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നാടൻ രീതിയിലുള്ളതുമാണ്. അത് മാത്രമല്ല ഇതിലിപ്പം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിടുന്ന വീഡിയോ ഒരുപാട് പേർക്ക് അറിയാമല്ലോ. സാധാരണക്കാർക്കുള്ളതാണ്. സാധാരണ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വലിയ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇപ്പം രാത്രി ആയപ്പോഴത്തേക്കാണ് നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. സാധാരണ നമ്മൾ ചോറ് ഇവിടെ എല്ലാ ദിവസവും വെക്കുന്നുണ്ട്. എങ്കിലും ഇന്നിപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് ഇവിടെ ഇരുന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ചമ്മന്തിയും ചോറും മുട്ട പൊരിച്ച് അച്ചാർ അതൊക്കെ കൂട്ടി ഈ ഒരു ചോറ് തന്നെ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാം. കുറച്ച് നാൾ മുന്നേ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ എങ്ങനെയാണ് ചോറ് വെച്ചെടുക്കുന്നതെന്നൊക്കെ. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ട് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ഇരുട്ട് വീണിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് എനിക്കൊന്ന് റെഡിയാക്കി എടുക്കുകയും വേണം. പിന്നെ ഇപ്പോഴും നമ്മൾ വിറകടുപ്പിൽ വെക്കാതെ ഈ ഒരു ഗ്യാസിൽ കൊണ്ട് വെച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ രാത്രി ഒരുപാട് ഇരുട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കണം. വിറകൊക്കെ ഇനി പുറത്ത് പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ പുറത്ത് നല്ല ഇരുട്ടായിട്ട് കിടക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പുറത്തിറങ്ങാതെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പോഴും നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കൊഴുപ്പ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അരി വെന്തിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇനി കൂടെ കുറച്ചും കൂടെ ഒന്ന് കയറി വരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചോറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കണേ. അത് കല്ലുപ്പ് പൊടിയുപ്പ് അങ്ങനെ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ വിലയേരി ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപ്പ് ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു ചോറ് വെക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാറുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് എല്ലാ സ്ഥലത്തൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നില്ല. തീ ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അരി വെന്തിട്ടുണ്ട് കേട്ടോ. മുക്കാൽ വേവ്, ഏതാണ്ട് ഒരു കുറച്ച് വേവ് മാത്രം എടുത്താൽ മതി. ഫുള്ളായിട്ട് വേവിക്കണമെന്നൊന്നും ഇല്ല. മുക്കാൽ വേവെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ചോറിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ കൈ കൊണ്ട് താക്കുമ്പോഴത്തേക്ക് അങ്ങ് ഞെങ്ങി പോവാത്തൊരു പരുവമുണ്ട്. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു ചോറിനെ വേവിച്ചെടുക്കാനായിട്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഒരു ബേസും കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് താവി കൊണ്ട് ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളവും കൂടെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടുണ്ട്. മാറ്റിയെടുത്തിട്ട് വരണം. അതുപോലെ തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് തീയിട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ വെള്ളം മാറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല തുറുതുറാ തന്നെ ഈ ഒരു ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഒരു ചോറൊന്ന് വെച്ച് നോക്ക്. പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് ഈ ഒരു ചോറ് വെച്ച് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയിൽ എളുപ്പത്തിന് നമുക്ക് എങ്ങനെ ചുരുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരിതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ട പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി നേരത്തെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും അതെല്ലാം ഞാൻ എടുത്ത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ കുമിഞ്ചാൻ കത്തിക്കുന്ന ഈ ഒരു ചട്ടി എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അത് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഭീമാപള്ളി പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് കിട്ടിയതാണേ. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് ഉടച്ച് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഉപ്പും നീരും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ഇങ്ങനെ കുപ്പിയിലെടുത്ത് വെച്ചിരിക്കുന്നതിനെ കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരും സാധാരണക്കാർ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റുന്നിടത്തോളം അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കുക. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പറയണത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ സാധാരണക്കാരാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കിട്ടുന്നൊരു വരുമാനം നമുക്ക് കിട്ടിയാൽ നമുക്ക് നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ പണം ഉള്ളവരുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാണും. സിനിമാ നടന്മാരായാലും നടിമാരായാലും അങ്ങനെയുള്ള നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ പിന്നാലെ പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാനായിട്ടുള്ളത് നിങ്ങളെ പിന്നിലായിട്ട് ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പോൾ പാവങ്ങളെ വീഡിയോ കണ്ട് അവർക്ക് പറ്റുന്നിടത്തോളം സപ്പോർട്ട് കൊടുക്കാനായിട്ടൊക്കെ നോക്കണം. ഒത്തിരി പേരും ചാനൽ മോണിയാവാതെയൊക്കെ ഒരുപാട് പേര് പിന്നെ ചെറിയ ചെറിയ ലൈവൊക്കെ ഇട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞാനും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴിവതും മറ്റുള്ളവരെ കൂടെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോഴെന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാനൊന്ന് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വീഡിയോ കാണുന്നതും വീഡിയോ ഇഷ്ടപ്പെടുന്നതും ഒക്കെ അവരവരെ ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ.
നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തോന്നിരിക്കുന്നു, ഇപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും അങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒന്നും ഇല്ല, സാധാരണ എന്നും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലോ അവരൊക്കെ ചെയ്തു പോകുന്ന എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും, ചില ആൾക്കാർ മാത്രം. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു വീഡിയോ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട പൊരിച്ച് ഇതുപോലെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ. അതിനൊരു പ്രത്യേക ടേസ്റ്റ്, നല്ലൊരു മണവും കിട്ടും. എന്നിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട മറിച്ചിടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ എടുത്ത് വെച്ച് പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചോറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പോയെന്ന ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തുറതുറ വെച്ചിരിക്കുന്ന ചോറ്, അപ്പോൾ രാത്രിയിലാണെങ്കിലും പകൽ പിന്നെ പൊതിച്ചോറൊക്കെ കെട്ടി കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചോറ്. എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ രാവിലെ മക്കളെ പഠിക്കാനൊക്കെ പോകുമ്പോഴും അതുപോലെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോറ് എളുപ്പത്തിന് നമുക്ക് വെക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ചോറ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല, ഒട്ട് പശയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളം വെട്ടി തിളപ്പിച്ച് ആ ഒരു വെള്ളം നമ്മൾ കളഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോറിനെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ റേഷനരി വെച്ച ചോറ് വെച്ച ചള്ളായി പോവും, ഒട്ടിപ്പിടിക്കും, കുഴഞ്ഞു പോകുമെന്നൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ അരി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. ഞാനിതിങ്ങനെ പറയണതെന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം, ഇപ്പോൾ എനിക്കറിയുന്ന കാര്യവും എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിലാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ശരിയായി കിട്ടുമെന്ന് എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ചമ്മന്തിയും ചോറും മുട്ട പൊരിച്ച് പിന്നെ അച്ചാർ നമ്മൾ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ ഇട്ടിട്ട്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്, പെട്ടെന്ന് തീർന്നു. ഇവിടെ കൂടുതലും അച്ചാർ ഇവിടെ മക്കൾ കഴിക്കും, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് ഇന്നിപ്പോൾ രാത്രിയിലുള്ള നമ്മളെ നാടൻ രീതിയിലുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇവിടെ മോളാണെന്നുണ്ടെങ്കിൽ എനിക്കില്ല നടുവൊക്കെ വയ്യാതെയൊക്കെ വന്നതുകൊണ്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്ന് അതും കൂടെയൊക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ